പരമേശ്വര, ശിവാനിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. വേദനകൾ ഒരുപാട് തന്നു. പ്രണയിച്ചവളെ എന്റെ അടുക്കൽ നിന്നും തിരിച്ചെടുത്തു. ഇപ്പോൾ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്നവൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കാം. അവൾ രക്ഷപ്പെടുന്നത് വരെ ഈ പൂജ സംവിധാനത്തിന് ഒരു ഭംഗവും വരരുത്. ഈ പൂജ ഭംഗിയായി പൂർത്തിയാകാൻ അങ്ങ് ആശീർവാദം നൽകിയാലും പരമേശ്വര. ശൈലുവിന്റെ ജീവൻ രക്ഷിക്കാൻ അങ്ങനെ സഹായിക്കണേ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധ പുഷ്പവർദ്ധനം പൂർവാദുഘമീവ ബന്ധനാത് മൃത്യോ മുക്ഷിയമാമൃത. കണ്ണുകൾ, കഴുകന്റെ കണ്ണുകൾ ഇപ്പോൾ അവളുടെ ശരീരത്തിന്റെ മേൽ വീണിരിക്കുന്നു. അങ്ങനെയായാൽ അവളുടെ ജീവിതം നാശമാകുമല്ലോ മഹേശ്വര. അമ്മേ, അമ്മയെ അലുവയൊക്കെ നന്നായി ഉണ്ടാക്കുമായിരുന്നില്ലേ? ഇന്ന് കുറച്ച് അലുവ ഉണ്ടാക്കി തരുമോ? അല്ല, അലുവയെന്ന് വെച്ചാ നിനക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നല്ലോ. പണ്ടൊക്കെ നിന്നെ അലുവ തീറ്റിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാ. നീ എപ്പോഴാ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ചേട്ടൻ ദിഗ്വിജയന് ഹലുവ എന്ന് വെച്ചാ ജീവനായിരുന്നു. എന്നാലും നിനക്കെപ്പോഴാണ് ഇതിനോട് ഇഷ്ടം തോന്നിയത്? അമ്മയും അന്ന് അമ്മ സ്നേഹത്തോടെയാണ് അത് ഉണ്ടാക്കി തന്നിരുന്നേ. എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് കളയുകയും ചെയ്യായിരുന്നു. അതെനിക്ക് ഇഷ്ടമല്ല എന്നത് മാത്രമായിരുന്നു എന്റെ ചിന്ത. പക്ഷെ അതിന്റെ പിന്നിലെ അമ്മയുടെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ സന്തോഷത്തില് എനിക്ക് കുറച്ച് അലുവ കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. ഇന്നതിന് എന്ത് വിശേഷ? അത് പിന്നെ ഈ വീട്ടിലെല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയായി വരുന്നുണ്ട്. എന്തോ അധികം സന്തോഷം നൽകുന്ന ഒരു കാര്യം ഉടനെ നടക്കുന്ന എന്റെ മനസ്സിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അതുകൊണ്ടാണ്. എന്നുവെച്ചാ ശിവാനിയും തൃശൂലും വീട്ടിലേക്ക് വരുമെന്നാണോ? അവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ആ, നമുക്ക് അങ്ങനെ തന്നെ വിചാരിക്കാം. പിന്നെ അമ്മേ, തൃശൂലിന് ഈ മൈസൂർ പാക്ക് ഒത്തിരി ഇഷ്ടമല്ലേ? അതും കൂടി ഉണ്ടാക്കിക്കോ. അവൻ വരുമ്പോ സ്വീറ്റ്സ് കൊടുത്ത് വെൽക്കം ചെയ്യാം. തൃശൂലൻ അത് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് നിനക്കെങ്ങനെ അറിയാം? കഴിഞ്ഞ ദിവസം അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് തൃശൂലിന് മൈസൂർ പാക്ക് ഒത്തിരി ഇഷ്ടമാണെന്നുള്ള കാര്യം? ഞാൻ നിന്നോട് പറഞ്ഞോ? എന്തോ എനിക്ക് ചെറിയ ഓർമ്മക്കുറവുണ്ട്. ചിലപ്പോ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും. അത് സാരമില്ല, അത് നീ വിട്ടേക്ക്. ഈ ദിഗ്വിജയൻ നമ്മൾ പറയുന്നതൊന്നും ചെയ്യാതെ മറ്റേതോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ദാക്ഷായണി. കല്യാണക്കാര്യത്തെ പറ്റി എന്താ പറയാത്തത്? ഇന്ന് തൃശൂൽ വന്നു കഴിഞ്ഞ് നിന്റെയും അവന്റെയും കല്യാണക്കാര്യം പറയുന്നതായിരിക്കും ശുഭകരം. ദമയന്തി, മധുമതി, നടക്ക്. നമുക്കെല്ലാം ചേർന്ന് സ്വീറ്റ്സ് ഉണ്ടാക്കാം. നീ പറഞ്ഞ പോലെ നിനക്ക് വേണ്ടി രണ്ടും ഞാൻ ഉണ്ടാക്കി തരാം. അതുപോലെ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നേ? ഇങ്ങേരെന്തെങ്കിലും വിളിച്ചു പറയും. അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാ നീയാ പറഞ്ഞെന്ന് പറയും. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ഇങ്ങനെ കുറിച്ചുള്ള സംശയം കൂടുകയാണല്ലോ. വലിയ മുതലാളിക്ക് ഹലുവ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ കൊച്ചു മുതലാളിക്കാണല്ലോ ഹലുവ ഇഷ്ടമെന്ന് പറയുന്നത്. അതും പോരാഞ്ഞിട്ട് തൃശ്ശൂരിന് മൈസൂർ പാക്ക് വലിയ ഇഷ്ടമാണെന്ന് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. തൃശൂൽ ഇന്ന് അവള് മരിച്ചെന്ന് പറഞ്ഞായിരിക്കും വരിക. വന്നാൽ ഉടനെ തന്നെ ഇവരുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കണം. അതിന് സ്വീറ്റ് എല്ലാം കൊടുത്ത് ഒന്ന് കൂളാക്കിയിട്ട് ഈ കല്യാണത്തിന്റെ കാര്യം അവനോട് പറയണം. എന്താണിത് അങ്ങയുടെ പരീക്ഷണം മഹേശ്വര? പ്രഭോ,
നിന്റെ നാമം പാടി ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അങ്ങയുടെ പരീക്ഷണം മതിയാക്കൂ മഹേശ്വര. അവന് തപസ് ചെയ്യുവാനുള്ള മനോബലം നൽകൂ. അവളുടെ ശരീരത്തിനെ ആ കഴുകന്മാരിൽ നിന്ന് സംരക്ഷിക്കൂ. ഇനിയും അവന് തോൽവിയുണ്ടായാൽ അപ്പോൾ അവളുടെ മരണവും ഉണ്ടാവും. അവളുടെ മരണമുണ്ടായാൽ നാഗലോകം തന്നെ നാശമായി പോകും. നിന്നെ തന്നെ വിശ്വസിച്ചിരിക്കുന്ന നാഗലോകത്തെ രക്ഷിക്കൂ. നാഗഭരണ രക്ഷിക്കൂ, രക്ഷിക്കൂ ദൈവമേ. അവളുടെ ദേഹത്തെ കൊത്തി കൊത്തി തിന്നുന്നതിന് വേണ്ടി കഴുകന്മാരുടെ കൂട്ടം തന്നെ ഉണ്ടവളെ. അവളുടെ ശരീരത്തൊരു ചെറിയ കുത്തു വീണാലും അവൾ മറുജന്മമെടുത്ത കാരണം പരിപൂർണമാവുകയില്ല. അങ്ങല്ലാതെ മറ്റാർക്കും അവളെ രക്ഷിക്കാനാവില്ല മഹേശ്വര. അങ്ങേക്കിത് തടയുവാനാവില്ലേ, തടയുവാനാവില്ലേ. അവര് രണ്ടുപേരും എവിടെ പോയിന്നറിയില്ല, എന്ത് ചെയ്യുവാണെന്നും അറിയില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവോ? അതുകൊണ്ടാണോ ഇനി അവൻ? എന്ത് കാര്യം നീ പറയുന്നത്? തൃശ്ശൂരിന് ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് വെച്ച് അത് ശിവാനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ? അവരെവിടെ പോയാലും തിരിച്ചു വരും. മധു, നീ വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? വന്നിരിക്കുന്നത് ഷൈലു ആണ്, ശിവാനി അല്ലെന്ന്. ഷൈലു ഇനി വീട് വിട്ടു പോവാൻ വാശി കാണിക്കുന്നുണ്ടാവോ? അതുകൊണ്ടാണോ ഇനി തൃശ്ശൂർ പേടിച്ചിരിക്കുന്നത്? അതോ ഇനി അവള് വീട് വിട്ടു പോയോ? അവളെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരാനാണോ തൃശ്ശൂര് പോയിരിക്കുന്നത്? ഷോ, ഇനി അവളെങ്ങാനും വരാതിരുന്നാൽ? മഹാരുദ്ര, പ്രിയയ്ക്കായി തപസ് ചെയ്യുന്ന അവന്റെ അരികിലേക്ക് വരുന്ന ആ മുതലയെ തടയൂ. അതിവന്റെ ശരീരത്തിനെ കീറി മുറിച്ചു തിന്നും. അവളുടെ ശരീരം കഴുകന്മാർ കൊത്തിപ്പറിച്ചു തിന്നും. എന്തിനാണിങ്ങനെ? ഈ അപായത്തിൽ നിന്ന് നിനക്ക് രക്ഷിക്കാനാവില്ലേ? ദയവ് ചെയ്ത് ഇരുവരെയും രക്ഷിക്കൂ കരുണാകര. അയ്യോ, മുരുടേശ്വര, ഓംകാരേശ്വര, അവനെ രക്ഷിക്കൂ മഹേശ്വര, അവനെ രക്ഷിക്കൂ, അവനെ രക്ഷിക്കൂ മഹാരുദ്ര, അവനെ രക്ഷിക്കൂ, അവനെ രക്ഷിക്കൂ.
കരുണാകര, ദുഷ്ടശക്തികൾക്കെതിരെ പോരാടാൻ, നിന്റെ അംശമുള്ളവരെ രക്ഷിക്കാൻ നീ അവരുടെ വംശത്തിനെ തന്നെ പറഞ്ഞയച്ചല്ലോ മഹേശ്വര. നമോ നമഃ, നമോ നമഃ, നമോ നമഃ. ഹേ ഭോലേനാഥ, നീ സൂര്യാസ്തമനത്തിനു മുമ്പ് അവരുടെ ദേഹത്ത് സ്ഫടികചൂർണം തേക്കാതെ പോയാൽ അവൾക്ക് ഭീകരത്തിലും ഭീകരമായ മരണമായിരിക്കും അവൾ സംഭവിക്കുക. ദയവ് ചെയ്ത് അവളെ കാത്തു രക്ഷിക്കൂ കൃപാകര, രക്ഷിക്കൂ. സൂര്യാസ്തമയത്തിന് ഇനി അധിക സമയമില്ല. അവിടെ അവൾ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ് മഹേശ്വര. ദയവായി അവളെ രക്ഷിക്കൂ, ദയവായി അവളെ കാത്തുരക്ഷിക്കൂ മഹേശ്വര, കാത്തുരക്ഷിക്കൂ. പ്രസന്നനായി ഭക്ത, ശിവൻ പ്രസന്നനായി. കണ്ണു തുറക്കൂ. ആരാത്? ഞാൻ ശിവദൂതൻ. നിന്റെ ഭക്തിയിൽ അചഞ്ചല മനസ്സുകണ്ട് പ്രസന്നനായി ഭഗവാൻ നിനക്ക് ഇഷ്ടസിദ്ധിയായിട്ട് വരം തന്നിരിക്കുന്നു. ഇത് സ്ഫടികചൂർണം. ഇത് സൂര്യാസ്തമനത്തിനകം അവളുടെ മേൽ ലേപനം ചെയ്യുക. അവൾ പൂർവ്വസ്ഥിതിയിൽ എത്തുന്നതായിരിക്കും. നന്ദിയുണ്ട് ഭഗവാനെ, ഒരുപാട് നന്ദിയുണ്ട്. ഒന്നും സംഭവിക്കില്ല ശൈലു, എല്ലാം ശരിയായിക്കോളും. നീ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. അയ്യോ, സൂര്യൻ അസ്തമിക്കുന്ന സമയമായല്ലോ. ഇതുവരെ അസുഖം മാറിയിട്ടില്ല. ഇനിയും ഞാൻ എന്താ ചെയ്യേണ്ടത്? സ്വാമിജി പറഞ്ഞതുപോലെ എല്ലാം ചെയ്തില്ല ഞാൻ, എന്നിട്ടും എന്താ ഇങ്ങനെ? ജയ് ഭോലേനാഥ. വരൂ സ്വാമിജി. സ്വാമിജി അങ്ങ് പറഞ്ഞതുപോലെ എല്ലാം കൃത്യമായിട്ട് ഞാൻ ചെയ്തതാ. എന്നിട്ട് ശൈലുവിന് യാതൊരു മാറ്റവും ഇല്ല സ്വാമിജി. എന്തെങ്കിലും ഒന്ന് ചെയ്യണം സ്വാമിജി. അങ്ങ് എന്തെങ്കിലും ചെയ്ത് അവളെ ഒന്ന് രക്ഷിക്കണം. ആ മഹേശ്വരൻ തന്നെ കൈവിട്ടതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുവാൻ? ഞാനൊരു ദൂതനാണ്, വെറും ദൂതൻ, ആ പരമേശ്വരന്റെ ദൂതൻ മാത്രം. മായാമന്ത്രം, ആ മർക്കട വിദ്യ ഒന്നും അറിയാത്തവനാണ് ഞാൻ. സാക്ഷാൽ ആ വൈദ്യനാഥേശ്വരനായ ആ പരമശിവനെ കൊണ്ട് സാധ്യമാവാത്ത കാര്യം എന്നെ കൊണ്ടെങ്ങനെ സാധിക്കുമെന്ന്? സ്വാമിജി, ഇവളൊരു പാവമാണ് സ്വാമിജി. ഇവൾക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൾ ഇങ്ങനെ ഒരു മൃത്യുകോപത്തിൽ വന്ന് പെട്ടുപോയതാണ്. അങ്ങ് മഹാജ്ഞാനിയാണ്, എല്ലാത്തിനെ കുറിച്ച് അറിവുള്ളവനാണ്. ദയവേത് സ്വാമിജി, അങ്ങയുടെ ശക്തികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. സാക്ഷാൽ കാലഭൈരവനല്ലാതെ മറ്റാർക്കും ഇവളെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല.
നിന്റെ എല്ലാ പ്രയത്നങ്ങളും നിഷ്ഫലമായി പോയെങ്കിൽ പിന്നെ ഇവൾ രക്ഷപ്പെടുകയില്ല. പൂജയുടെ ഏതോ ഒരു ഘട്ടത്തിൽ നിന്റെ ശ്രദ്ധ പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. വൈദ്യനാഥേശ്വര, അങ്ങയേക്കാൾ വലിയ വൈദ്യൻ ഈ ലോകത്തിൽ തന്നെ ആരുമില്ല എന്നത് നീ നിരൂപിച്ചു കഴിഞ്ഞു. ആരംഭം. ആ ദുഷ്ടക്കൂട്ടങ്ങൾക്കും ദേവക്കൂട്ടങ്ങൾക്കും യുദ്ധമാരംഭം. ഇനി ദുഷ്ടക്കൂട്ടങ്ങളുടെ നാശമാണ്, ദേവക്കൂട്ടങ്ങളുടെ വിജയം. ഇനിയും യുദ്ധത്തിന്റെ നാദം മുഴങ്ങട്ടെ, തുടങ്ങട്ടെ യുദ്ധം. തൃശൂലിന്റെ അച്ഛൻ ഇത് വലിയ ഇഷ്ടമായിരുന്നു. എത്ര ഉണ്ടാക്കി കൊടുത്താലും വയറ് നിറച്ച് കഴിച്ചോളും. അദ്ദേഹം ഇവിടുന്ന് പോയതിനു ശേഷം ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടേ ഇല്ല. ധനഞ്ജയൻ പറഞ്ഞതുകൊണ്ട് നീ ഇപ്പൊ ഇത് ഉണ്ടാക്കി. എത്ര നാളായി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇത് കാണുമ്പോ ദിഗ്വിജയനെ എനിക്ക് ഓർമ്മ വരുന്നത്. അവൻ വന്നിരുന്നെങ്കിൽ. അളിയൻ വന്നില്ല, അളിയന്റെ ഫ്രണ്ടാ വന്നത്. സുഖാണോ അമ്മേ? ആ സുഖം മോനെ. അല്ലടാ, എന്റെ ദിഗ്വിജയൻ ഉണ്ടായിരുന്നപ്പോ നിങ്ങൾ കൂട്ടുകാരെല്ലാം എപ്പോഴും വീട്ടിൽ വരുമായിരുന്നു. ഇപ്പൊ ആരെയും കാണാനേ ഇല്ലല്ലോ. അമ്മേ, ഇപ്പോ ഞാൻ എന്തായാലും വന്നല്ലോ. എന്താ മോനെ വിശേഷിച്ച്? ദിഗ്വിജയന്റെ ഫോണും ഇല്ല, ഒരു വിവരവും ഇല്ല. എപ്പോഴാ വരുന്നൊരു അറിവുമില്ല. അതുകൊണ്ട് ഇവിടെ വിളിച്ചിരുന്നോ, എന്തെങ്കിലും അറിവുണ്ടോ എന്നൊക്കെ അറിയാൻ വന്നാ. ഇല്ലടാ, ശിവാനിയും തൃശ്ശൂലിനെ ഒരിക്കൽ അവൻ ഫോൺ ചെയ്തിരുന്നു. അവനൊരു കത്തും കൂടെ എഴുതിയിരുന്നു. പിന്നെ ഒരറിവുമില്ല. വീട്ടിലുള്ളവരെ വിളിച്ചില്ലെങ്കിലും കൂട്ടുകാരെ വിളിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് മറവിയേ ഇല്ലായിരുന്നു. കഴിക്കാം. ഇല്ല, എന്നെ ഇതുവരെ ഫോൺ വിളിച്ചിട്ടില്ല. പോയിട്ടിപ്പോ ഒരുപാട് നാളായി. എന്ത് ചെയ്യുവാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അല്ല, പറഞ്ഞ പോലെ നന്ദീശൻ എവിടെ? ആഹാ, ദണ്ഡവാനെ പോന്നു. സുഖല്ലേ? ഓ നന്ദീശ, നീ വന്നോ? വാ. നീ ദിഗ്വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലടാ. അവന്റെ എല്ലാ കാര്യങ്ങളും നിനക്കറിയാലോ. നിന്നെ അവൻ വിളിച്ചില്ലടാ. ഇല്ല ദണ്ഡപാണി, മുതലാളി ഇന്ന് വിളിക്കും നാളെ വിളിക്കും എന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ ഞാനും. പക്ഷെ അദ്ദേഹം ഫോണും വിളിച്ചില്ല, നേരിട്ട് വന്നുമില്ല ഇതുവരെ. എന്താണ് ചേട്ടനെ പറ്റി ഇത്രത്തോളം അന്വേഷിക്കാനായിട്ട്? എന്താ കാര്യം? അത് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ചേർന്ന് വരുന്ന ആഴ്ച ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എത്ര തിരക്കാളിനും കാണാന്ന് പറഞ്ഞായിരുന്നു എല്ലാരും. ആ ഡേറ്റിംഗ് എടുത്തു. നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട, ചേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതിനർത്ഥം നിങ്ങളെ അയാൾ വിളിച്ചിരുന്നോ? ഇല്ല, എന്നെ ഫോണിൽ വിളിച്ചിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ മനസ്സ് പറയുന്നു എത്രയും പെട്ടെന്ന് വരുമെന്ന്.